19-20 വർഷം കഴിഞ്ഞൊരു കുട്ടി നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടി നല്ല പോലെ എഡ്യൂക്കേറ്റഡ് ആണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല. പണം ഉണ്ടാക്കാനുള്ള മാനദണ്ഡം ഒരിക്കലും എഡ്യൂക്കേഷൻ അല്ല. ഒരു സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വേണമെന്നില്ല നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടത് അബ്സല്യൂട്ട്ലി സ്കില്ലാണ്. സമ്പത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം ഉണ്ടാക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഡെഫിനറ്റ്ലി ഒരു ഹൈ ഇൻകം സ്കിൽ ഉണ്ടാകും. ആ ഹൈ ഇൻകം സ്കിൽ ഏതാന്നുള്ളത് കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു ഡോക്ടർക്ക് 4 രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ അയാൾക്കൊരു ജനറൽ ഡോക്ടർ ആവാം, അതല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് സ്പെഷ്യലിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് എക്സ്പേർട്ട് ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു സെലിബ്രിറ്റി ഡോക്ടറായിട്ട് മാറാം. അത്രയ്ക്കും വലിയ VVIPകളുടെ കേസുകളോ റോയൽ ഫാമിലീസിൻ്റെ കേസുകളും മാത്രം ഹാൻഡിൽ ചെയ്യുന്ന അത്രയ്ക്കും സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഡോക്ടേഴ്സായിട്ട് മാറും. അയാളാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എല്ലാവരും പഠിക്കുന്നത് ഒരേ പുസ്തകം, ഒരേ പാറ്റേൺ ആയിരിക്കും. പക്ഷേ അതിലൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കൂട്ടം ഡോക്ടേഴ്സ് അവരുടെ സ്കില്ലിനെ ഒരു ഹൈ ഇൻകം സ്കില്ലാക്കി മാറ്റി. ഏത് മേഖലയും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവട്ടെ, ഒരു ലോയർ ആവട്ടെ, ചെറിയ എമൗണ്ടിന് കേസ് വാദിക്കുന്ന ലോയേഴ്സ് ഉണ്ട്. എന്നാൽ ലക്ഷങ്ങളും കോടികളും കേസിന് ഫീസ് ഈടാക്കുന്ന ലോയേഴ്സ് ഉണ്ട്. കാരണം അവരുടെ സ്കില്ലിനെ അവർ ഹൈ ഇൻകം സ്കില്ലായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതേപോലെയാണ് സെയിൽ. നല്ല പ്രീമിയം പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ ധാരാളം പണങ്ങൾ, ലക്ഷങ്ങളും കോടികളും നിങ്ങൾക്ക് സാലറി ആയിട്ടും ഇൻസെൻറ്റീവായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഒരു ഹൈ ഇൻകം സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്കൊരു ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുകയും അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല പണം ഉണ്ടാക്കാം.